ഏതായാലും തിരുവനന്തപുരത്തിലെ തെരച്ചിലിൽ എന്താണ് നമുക്ക് കിട്ടിയത്? ഇപ്പൊ അത് വെള്ളത്തെ ഉള്ളിൽ ഇപ്പൊ നമുക്ക് കിട്ടിയത് അതേ വെൻസ് ജാക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിന്റെ രണ്ട് കഷ്ണം കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ വണ്ടി ആ മണ്ണിൽ ഉള്ളുണ്ട്. അടിയിലെ നാളെ കാലിലെ ഇപ്പൊ വെയിൽ സമയത്തില് മണ്ണ് എടുത്തിട്ട് വണ്ടി ഉണ്ട് നോക്കണം. ആ വണ്ടി ഉള്ളിൽ പിന്നെ അർജുനുണ്ട് തേടും നാളെ. സൂചന കിട്ടി. ഇപ്പൊ സൂചന കിട്ടി. ജാക്ക് കിട്ടിയല്ലത് വണ്ടി കാണല്ല. ഒരുപാട് ഒരു 40 അടി ഉണ്ട് അവിടുത്തെ. ഇപ്പൊ ഇല്ല, ഒന്നും ബുദ്ധിമുട്ടില്ല. ചെയ്യ നാളെ ഇന്നും 3 നാളെ ഞങ്ങൾ ഇവിടെ വേല ചെയ്യും. പിന്നെ നാളെ കാലിൽ നിന്ന് വൈകുന്നേരം വേല ആക്കും. ഓക്കെ, രേണുക അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം വ്യക്തമാക്കിയത് ഇത് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ നേരത്തെ ഉണ്ടായ തരത്തിലുള്ള ദുഷ്കരമായ ഒരു ദൗത്യമല്ല. ഇപ്പോൾ ആ തരത്തിൽ അല്ല, ആ ലോറി വളരെ വേഗത്തിൽ തന്നെ കണ്ടെത്താൻ കഴിയുന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് അദ്ദേഹം വെച്ചു പുലർത്തുന്നത്. കാരണം വെയില് വരുന്ന സമയത്ത് ലോറി അത്തരത്തിൽ കാണാൻ പറ്റും എന്ന ഒരു പ്രതീക്ഷ കൂടി അദ്ദേഹം പങ്കുവച്ചു. എന്നാലും വളരെ നിർണായകമായ ദിവസമാണ് നാളെ ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിൽ ഒരു പക്ഷേ നമ്മളെ ആ രക്ഷാദൌത്യത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.